ആശുപത്രിക്കെതിരെ ലാബുകൾക്കെതിരെയൊക്കെയാണ് ഇപ്പോൾ വലിയ ഒരു പരാതി ഉണ്ടാകുന്നത്. ഈ സ്വകാര്യ ലാബുകളൊക്കെ പലപ്പോഴും പരിശോധന വിധേയമാക്കണം, എങ്ങനെയാണ് നടത്തിപ്പ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ചർച്ച ചെയ്യുകയായിരിക്കും. ഈ കൂണുകൾ മുളച്ചു വരുന്നത് പോലെയാണ് ശരിക്കും സ്വകാര്യ ലാബുകൾ പല നാട്ടിലും ഇങ്ങനെ മുളച്ചു പോകുന്നത്. എന്നാൽ ഈ ലാബുകളുടെയൊക്കെ നിലവാരം അതൊക്കെ കൃത്യമായി പരിശോധിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. സർക്കാർ ആശുപത്രികളിലെ ലാബുകളുടെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പരിശോധനകൾക്കായി സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണോ നമ്മുടെ നാട്ടിലെ രോഗികൾ? നമ്മുടെ സർക്കാർ ആശുപത്രികളിലെ പരിശോധനാ സംവിധാനങ്ങൾ കാര്യക്ഷമമാണ്. പരിശോധിക്കാം. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നു എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തുന്നവർക്ക് എന്ത് സംവിധാനമാണ് ഇവിടേക്ക് ഒരുക്കി കൊടുക്കുന്നത്? തലസ്ഥാനത്ത് ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. മാത്രമല്ല, തെക്കൻ ജില്ലകളിൽ നിന്നെല്ലാം ചികിത്സയ്ക്കായി ഇവിടേക്ക് ആളുകൾ എത്തുന്നു. കന്യാകുമാരി ഉൾപ്പെടെ തമിഴ്നാട്ടിലെ പ്രദേശങ്ങളിലുള്ളവരുടെ പ്രധാന ആശ്രയങ്ങളിലൊന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. ഈ രോഗികൾക്ക് യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി എത്തിയാൽ MRIയോ CTയോ അൾട്രാസൗണ്ടോ സ്കാനോ ഒന്നും സമയത്തെടുക്കാൻ സാധിക്കാതെ പലപ്പോഴും പാവപ്പെട്ട നിർധന രോഗികൾ പുറത്തുപോയി വലിയ തുകയ്ക്ക് എടുക്കാൻ നിവർത്തിയില്ലാതെ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യാതെ എത്രയോ നാളുകളായി നിൽക്കുന്ന ആൾക്കാരെ അറിയാം. SAT ആശുപത്രിയിൽ 300 മുതൽ 500 വരെ ഗർഭിണികൾ ഒരു ദിവസം OPയിൽ വന്നു പോവുകയാണ്. ഇതിൽ മിക്കവർക്കും MRIയോ അൾട്രയോ CTയോ എടുക്കേണ്ടതാണ്. പണമില്ലാത്ത പാവങ്ങളാണ് SAT ആശുപത്രി ആശ്രയിച്ച് വരുന്നത്. അവർ പുറത്തുപോയി എടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ആശുപത്രി വികസനകാര്യ സമിതി യോഗത്തിൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ MRI മെഷീന് 13 വർഷം പഴക്കമുള്ളതിനാൽ ഏത് നിമിഷവും പ്രവർത്തനയോഗ്യമല്ലാതാകും. ഇതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ. തിരുവനന്തപുരത്തെ സർക്കാർ മെഡിക്കൽ സംവിധാനത്തിൻ്റെ എല്ലാം കൂടി ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. ദന്തൽ കോളേജ്, കണ്ണാശുപത്രി, SAT ആശുപത്രി, പുളിയനക്കോട്ട TB ഹോസ്പിറ്റൽ, ഇത്രയും ആരോഗ്യ കേന്ദ്രങ്ങളിലെ രോഗികളും ഇവിടെ വന്ന് CTക്ക് വേണ്ടി അപേക്ഷ കൊടുത്ത് മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. ചികിത്സയ്ക്കായി എത്തുന്നവർക്ക് പരിശോധനകൾക്കും മറ്റുമുള്ള സംവിധാനം സർക്കാരിന് കീഴിൽ ഒരുക്കാത്തതാണ് ഒരു നിലവാരവുമില്ലാത്ത ലാബുകൾ നാട്ടിൽ പെരുകുന്നതിനുള്ള പ്രധാന കാരണം. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.